നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അലർജിയാണ്. വളരെ അധികം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അലർജി. അത്ര ലഘുവായി ആരും ഇതിനെ കാണുന്നില്ല. നമുക്ക് അലർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പരിശോധിക്കാം. സാധാരണക്കാരെ സംബന്ധിച്ച് അലർജി എന്ന് പറയുമ്പോൾ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുക, തുമ്മൽ, ഇതൊക്കെയാണ് സാധാരണ ആളുകൾ അലർജി എന്ന് കരുതുന്നത്. ഇതൊക്കെ മാത്രമാണോ അലർജി? ഇതും കൂടി ഉൾപ്പെടുന്നതാണ് അലർജി. അലർജി എന്ന് പറയുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി അത് ബഹുഭൂരിപക്ഷവും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അലർജി, അത് തുമ്മൽ, കണ്ണുചൊറിച്ചിൽ, മൂക്കുചൊറിച്ചിൽ, മൂക്കടപ്പ്, തൊണ്ട ചൊറിച്ചിൽ തുടങ്ങിയ അലർജി അത് റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചുമ, ശ്വാസം മുട്ടൽ തുടങ്ങിയവയായിട്ട് വരാം. അതല്ലാതെ ഉദരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വയറുവേദന, ഓക്കാനം, ഛർദിൽ, ഒഴിച്ചിൽ, ഇതെല്ലാം തന്നെ അലർജിയാണ്. അതും ഒരു പരിധിവരെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇത് സാധാരണഗതിയിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ചിലർക്കിത് ജീവിതത്തിലുടനീളം ഇതൊരു വലിയ ഒഴിയാബാധയായിട്ട് കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ വളരെ അപൂർവമായിട്ട് സാധാരണഗതിയിൽ അലർജി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങളല്ലാതെ നമ്മുടെ ജീവഹാനിക്കൊന്നും ഉതകുന്ന ഒരു കാരണമായിട്ട് വരുന്നില്ല എങ്കിലും വളരെ അപൂർവമായിട്ട് അതും സംഭവിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ശരീരത്തിലാകമാനം നീർക്കെട്ടുണ്ടായി ശ്വാസം മുട്ടലും അത് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി രോഗി മരണപ്പെട്ടു പോകാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ അടുത്ത കാലത്തൊക്കെ ചെമ്മീൻ കഴിച്ച് ചില ആൾക്കാർ മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തേനീച്ച കടന്നലൊക്കെ കുത്തി ശരീരമാകപ്പാട് വീർത്ത്, അതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അലർജികളാണ്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അലർജി ഉണ്ടാകുന്നത്? അലർജിക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും വളരെ കൃത്യമായ ഒരു കാരണം മെഡിക്കൽ സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങളിൽ പലതുണ്ട്. ഇപ്പം ചിലർക്ക് ചില മരുന്നുകളോട് അലർജി നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, അത്തരത്തിൽ മരുന്നുകളോടല്ല അലർജി. വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഏജിങ് ഒരു പ്രശ്നമായ ശരീരത്തിന് പ്രതിരോധം കുറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ്, ഇതൊക്കെ തന്നെയും പിന്നെ വ്യക്തി ശുചിത്വം, പരിസരം, പ്രായം മുതൽ എല്ലാം തന്നെ അലർജിക്ക് കാരണമാകുന്നുണ്ടെങ്കിലും ഇതാണ് കൃത്യമായ ഒരു കാരണമെന്ന് നമുക്ക് ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു തെളിവുകൾ നിലവിലില്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. തീർച്ചയായിട്ടും ചിലർക്ക് ചില കാര്യങ്ങളോട് അതാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞത്. എല്ലാവർക്കും ഉണ്ടാകാത്ത അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിനും പ്രശ്നമില്ലാത്ത ഒരു കാര്യം ഒരാൾക്ക് വളരെ ഗുരുതരമായി സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ കാര്യമായി സംഭവിക്കുന്നതാണ് അലർജി. അലർജി ഒരുപാട് വിധമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരുപാട് തരത്തിലുള്ള അലർജികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇതിന് ട്രീറ്റ്മെന്റിൽ? ഹോമിയോപ്പതിക്ക് നിരവധിയായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് അലർജി. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാനൊരു പക്ഷേ ഓൺലൈനിലും ഓഫ്ലൈനിലും ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ പെട്ടതാണ് അലർജി. അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തുടർച്ചയായ തുമ്മലാണ്. പക്ഷെ തുമ്മൽ മാത്രമല്ല, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ തുമ്മൽ, ചൊറിച്ചിലുണ്ടാകുന്ന കാര്യങ്ങൾ, ശ്വാസം മുട്ടൽ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയും അലർജിയിൽ വരാം, അലർജിയുടെ ഭാഗമായിട്ട് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമാണ്. കാരണം സാധാരണ പാവപ്പെട്ട രോഗികൾക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ചിലവ് കൂടിയ ടെസ്റ്റുകളുണ്ട്. ഏതാണ് കൃത്യമായ ഡസ്റ്റാണോ, പോളനാണോ, ഇനി ഏതെങ്കിലും ഫുഡാണോ, മരുന്നാണോ, ഗോതമ്പാണോ, തവിടാണോ അലർജി ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്താൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പൊക്കെ വേണം. പക്ഷെ നമ്മൾ ഹോമിയോപ്പതിക്കാർ അതല്ല ചെയ്യുന്നത്. ഹോമിയോപ്പതി കൂടുതലും സിംറ്റമറ്റോളജിയിലായതുകൊണ്ട് തന്നെ രോഗി പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ, ആ ലക്ഷണശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കണ്ടെത്തുന്ന മരുന്നുകൾ തീർച്ചയായിട്ടും അയാളുടെ രോഗം ശമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ ടെസ്റ്റുകൾ പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയുന്നില്ല. അത് വേണ്ടി വരുന്ന ഘട്ടത്തിൽ അത് ചെയ്യും. ചിലർക്ക് IgE ലെവലൊക്കെ വളരെയധികം കൂടുന്ന അവസ്ഥയൊക്കെയുണ്ട്. അപ്പോൾ അത് എത്രത്തോളമാണെന്ന് അറിയാനും അതിൻ്റെ സാധ്യതകൾ കണ്ടെത്താനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ബ്ലഡ് റൂട്ടീനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഒരാൾ ആദ്യം വലിയ സഫറിങ്സുമായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ അയാളോട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ എന്ന് പറയാറില്ല. നമ്മൾ സിംറ്റമറ്റോളജി മെഡിസിൻ കൊടുത്ത് അതൊക്കെ ഒരു ശമനം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ടെസ്റ്റിലേക്കൊക്കെ സാധാരണഗതിയിൽ കിടക്കുക അലർജി പോലുള്ള കണ്ടീഷൻസിൽ. ഞാനത് കൃത്യമായിട്ട് പറയാൻ കാര്യം എനിക്ക് ഒരുപാട് കേസുകൾ ഇതിൻ്റെ ഉണ്ട്. ഞാനത് എല്ലാ കേസുകളിലൊന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വിടാറില്ല.
അപ്പം നമുക്ക് വളരെ നല്ല മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അലർജിക് ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മാറുന്നു? പൂർണ്ണമായിട്ടുമല്ല, അതും വളരെ ഷോർട്ട് പീരീഡിലൊക്കെ മാറും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എടുത്തു വരുന്ന പേഷ്യൻ്റ് പറയാറുള്ളത് ലിവോസിട്രിസൺ അല്ലെങ്കിൽ സിട്രിസൺ അല്ലെങ്കിൽ ആൻറ്റി അലർജിക് ആയിട്ടുള്ള മെഡിസിൻസൊക്കെ ഈ സംഭവം വരുമ്പോൾ കഴിക്കുന്നു. അതിൻ്റെ ഒരു ഡോസിൻ്റെ എഫക്റ്റ് തീരുമ്പോൾ വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും കഴിക്കുന്നു, പല രോഗികളും മയങ്ങിക്കിടക്കുന്നു, അങ്ങനെയൊക്കെ പറയാറുള്ളത്. അത് വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ ട്രഡീഷണലായിട്ട് കുറേയൊക്കെ ഇത് കാരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം രോഗികൾക്ക് സത്യത്തിൽ വലിയൊരു ആശ്വാസമാണ് ഹോമിയോപ്പതിക് മരുന്നുകൾ. കാരണം അത് പൂർണ്ണമായിട്ടും നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും. നമ്മൾ ഈ അധ്യായം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, അലർജി എന്നത് വളരെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരവസ്ഥയല്ല. പലരുടെ ജീവിതത്തിലും വലിയ ദുസ്സഹമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ തുമ്മലാണെങ്കിൽ തുമ്മലും കണ്ണി ചൊറിച്ചിലും മൂക്കി ചൊറിച്ചിലും ഒക്കെ ആയിട്ട് പിന്നീട് ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളായിട്ട് വരാം. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് സൈനസൈറ്റിസ്, മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷൻസിലേക്ക് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ തന്നെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തൊലിപ്പുറത്തുള്ള ചൊറിഞ്ഞു തടിക്കലാണെന്നുണ്ടെങ്കിൽ ചില ആഹാരം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ സത്യത്തിൽ ഇത് ചികിത്സിച്ച് മാറ്റേണ്ട ആവശ്യമുള്ള ഒരു അസുഖമാണ് എന്നുള്ള കാര്യം ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അസുഖവും അതിൻ്റെ ഹോമിയോപ്പതിയിലെ സാധ്യതകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. നന്ദി.